Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ റാപ്പിഡ് ടൂൾസിന്റെ എഡ്ജ് ലൂപ്പ് റെഗുലൈസർ എന്ന ടൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എഡിറ്റബിൾ പോളി മോഡലിംഗിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രീ സ്ക്രിപ്റ്റാണിത്. സ്ക്വയർ ആയ എഡ്ജ് ലൂപ്പുകളെ റെഗുലൈസ് ചെയ്ത് ഒരു റൗണ്ട് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. എഡ്ജ് ലൂപ്പ് റെഗുലൈസർ എന്ന ഈ ഒരു ടൂൾ എഡിറ്റബിൾ പോളി മോഡലിംഗിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു ഹിഞ്ചസ് മോഡലിലാണ് എഡ്ജ് ലൂപ്പ് റെഗുലൈസർ എന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഹോൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു മോഡലിൽ റൗണ്ടായി ഹോൾസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗത്ത് പോളിഗൺ സെലക്ട് ചെയ്യേണ്ടതാണ്. ക്വിക്ക് സെലക്ട് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് പോളിഗൺസിനെ സെലക്ട് ചെയ്യാം. ടോപ്പിലെ പോർഷൻ ഇതുപോലെ നമ്മൾ പോളിഗൺ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഡൗൺ പോർഷനിലും പോളിഗൺസിനെ ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന എഡ്ജസിനെ ഒരു റൗണ്ട് ലൂപ്പായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി റെഗുലറൈസർ എന്ന ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയിലെ പോളിഗൺസ് ഇതുപോലെ റൗണ്ടായി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഇൻസെറ്റ് ആണ് അടുത്തതായി യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോഡ് മെനുവിൽ നിന്നും ഇൻസെറ്റ് എന്ന ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത പോളിഗൺസിനെ ഇൻസെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതുപോലെ ഇൻസെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോഡ് മെനുവിൽ നിന്നും എക്സ്ട്രൂഡ് ആക്സസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതുപോലെ മൈനസ് ആയി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാവുന്നതാണ്. ഒരു എക്സ്ട്രൂഡ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യാം. ഇനി ആദ്യം എക്സ്ട്രൂഡ് ചെയ്ത സെയിം സൈസിൽ ഒന്നുകൂടെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ സെലക്ഷനിലുള്ള ഈ ഒരു പോളിഗൺസിനെ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. നമുക്കിവിടെ ഇതുപോലെ ഈ ഒരു ഹോൾസ് ലഭിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ടർബോ സ്മൂത്ത് എന്ന മോഡിഫയർ ആഡ് ചെയ്യാം. ഇനി ഇതിന്റെ ഇറ്ററേഷൻ വാല്യൂ ഇവിടെ നിന്നും ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. കീബോർഡിൽ F4 പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ലൂപ്സ് ഇവിടെ ഇതുപോലെ കാണാവുന്നതാണ്. ഇനി ഇതിലേക്ക് ബാക്കി ഹോൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ടർബോ സ്മൂത്ത് ഓഫ് ചെയ്യാം. ഇതുപോലെ പോളിഗൺസിനെ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി സെലക്ട് ചെയ്ത ഈ ഒരു പോളിഗൺസ് നമുക്ക് ഇതിന്റെ ലൂപ്പ് ഇതുപോലെ റൗണ്ട് ആക്കി മാറ്റാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഇൻസെറ്റ് ആക്സസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇവിടെ ഇൻസെറ്റ് ചെയ്യാം. ഇനി എക്സ്ട്രൂഡ് ചെയ്യുന്നതിനായി കോഡ് മെനുവിൽ നിന്നും എക്സ്ട്രൂഡ് ആക്സസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പോളിഗൺസിനെ ഡിലീറ്റ് ചെയ്ത് ടർബോ സ്മൂത്തിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ റിസൾട്ട് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ഈ ഒരു ഹോളും ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എഡിറ്റബിൾ പോളി മോഡലിംഗിൽ റൗണ്ട് ആയി ലൂപ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത ഉടനെ റാപ്പിഡ് ടൂൾസ് ഇൻസ്റ്റാളർ എന്ന ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഇൻസ്റ്റാൾ റാപ്പിഡ് ടൂൾസ് എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻസ്റ്റാളേഷൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു ടൂളിനെ ബട്ടണായി നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസിൽ കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. കാറ്റഗറിയിൽ റാപ്പിഡ് ടൂൾ സെലക്ട് ചെയ്യാം. ഫാസ്റ്റ് എഡ്ജ് ലൂപ്പ് റെഗുലൈസർ എന്ന ഈ ഒരു ടൂൾ ഇവിടെ കാണാവുന്നതാണ്. ഇനി ന്യൂ എന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഒരു ടൂളിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ടൂൾ ബാറിനെ സെലക്ട് ചെയ്ത് മെയിൻ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി എഡിറ്റബിൾ പോളി മോഡലിംഗിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.